നമസ്കാരം. 9 on 6 അല്ലെങ്കിൽ പത്തരമാറ്റ് അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരു മകനെ നിങ്ങളെ കാട്ടിത്തരാം. കാര്യം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു അഖില ലോക ഉഡായിപ്പും പീഡന വീരനെയുമാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഒരമ്മയെയും മകന്റെയും ഫോട്ടോ ഈ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് അമ്മ വളർത്തിയ മകനാണ് ഞാൻ, സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാമെന്ന തരത്തിൽ PR പണിക്ക് വേണ്ടി ഒരു അമ്മയെ പോലും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇല്ലായ്മ കണ്ട് അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വളർന്നു വന്നൊരു മകനുണ്ട് കേരള നിയമസഭയിൽ. യുവ MLA-ക്കുള്ള പുരസ്കാരം കിട്ടിയ മാവേലിക്കര MLA ആയിട്ടുള്ള KS അരുൺകുമാർ. അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ആര്? തൊഴിലുറപ്പ് തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ. നോക്കി, ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കൂടിയുണ്ട്. മകനെ ഓർത്ത് ആ സന്ദർഭത്തിലും കണ്ണീർ പൊഴിച്ചു നിൽക്കുന്ന ഒരമ്മ, കൈകൊട്ടി നിൽക്കുന്ന ഒരമ്മ. ആ നിൽക്കുന്നവരിൽ ഇടതുവശത്ത് നോക്കുമ്പോൾ രണ്ടാമത് നിന്ന് ആ മുഷിഞ്ഞ വേഷത്തിൽ കൈയടിക്കുന്ന ഒരു അമ്മയെ കണ്ടോ? അതാണ് അരുൺകുമാറിന്റെ അമ്മ. ഇപ്പോഴും തൊഴിലുറപ്പ് തൊഴിലിന് പോവുകയാണ്. സ്വന്തം മകൻ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് വളർന്ന് സ്വപ്നം കാണാൻ പറ്റാത്ത ഇടത്തേക്ക് എത്തിപ്പെടുമ്പോഴും ആ അമ്മയ്ക്ക് മകനെക്കുറിച്ച് ഓർത്ത് അഭിമാനമാണ്. ഒരു പ്രിവിലേജുമില്ല. അച്ഛൻ നേരത്തെ മരണപ്പെട്ടു പോയി. പിന്നെ ഇല്ലായ്മയോട് പടപൊരുതി ഒരു മകനെ വളർത്തി കേരള നിയമസഭയിൽ വരെ എത്തിച്ച ആ അമ്മയുടെ പോരാട്ട വീര്യം കണ്ടു വളർന്ന മകൻ എങ്ങനെയാണ് ഇന്ന് സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കുന്നതെന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നതെന്നും അരുൺകുമാറിനെ കണ്ടാൽ മതി. അവിടെ PR പണിയില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ റീൽസ് ചെയ്യലില്ല. ജനങ്ങൾക്കിടയിൽ അവരിൽ ഒരാളായി ജീവിക്കുന്നു. ഷോ ഓഫുകൾ ഒന്നുമില്ല. ഷോ ഓഫ് കാട്ടിയ ഒരു മകനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ വാർത്തകൾ പലതും കേൾക്കുന്നത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ സരിൻ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കേൾക്കണം. അമ്മ വളർത്തിയ മകനാണ് ഞാൻ എന്ന് പറയാൻ യോഗ്യതയുള്ള മക്കളുള്ള കേരളം. മികച്ച നവാഗത നിയമസഭാ സാമാജികനുള്ള അവാർഡ് ലഭിച്ചതിന് മാവേലിക്കര MLA അരുൺകുമാറിനെ ആ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒന്നടങ്കം ആദരിക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇടതു നിന്ന് രണ്ടാമത് കൈയടിക്കുന്ന ആ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അവരാണ് അരുൺകുമാറിന്റെ അമ്മ, ശ്രീമതി വിലാസിനി സുന്ദരദാസ്. അരുണിന്റെ പെങ്ങളുടെ വാക്കുകൾ കടമെടുത്താൽ, ഒന്നുമില്ലായ്മയിൽ നിന്ന് മകൻ എത്തിയ സ്ഥാനം എപ്പോഴും നിറകണ്ണുകളോടെ നോക്കിക്കാണുന്ന ഞങ്ങളുടെ അമ്മ. അച്ഛനില്ലായ്മയുടെ പൊള്ളലിൽ നിറയുമ്പോഴും മക്കളെ ചിറകിൻ കീഴിൽ സംരക്ഷിച്ച ഞങ്ങളുടെ അമ്മ. അച്ഛൻ്റെ അസുഖം കാരണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പഠനം പൂർത്തിയാക്കാൻ ഹോസ്റ്റലിൽ ഇച്ചാച്ചനെ ചേർത്തപ്പോഴും അച്ഛൻ പറഞ്ഞ വാക്ക് 3 നേരമെങ്കിലും ഒരാൾക്ക് ആഹാരം കഴിക്കാൻ പറ്റുമല്ലോ എന്നായിരുന്നു. പിന്നീട് ഒരു ഓണക്കാലത്ത് കണ്ണിൻ മുന്നിൽ അച്ഛനെ മരണം കൊണ്ടുപോകുന്നത് കണ്ടു നിന്ന 2 മക്കളെയും കൊണ്ട് ഞങ്ങളുടെ അമ്മ ജീവിതത്തിനോട് പൊരുതി തുടങ്ങി. കേൾക്കുന്നവർക്ക് കഥകളാണെങ്കിലും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഏടുകളാണ് എല്ലാം. ശരിക്കും അമ്മ വളർത്തിയ മകൻ. ഇതാണ് ഡോക്ടർ സരിൻ്റെ പോസ്റ്റ്. അർത്ഥവത്താണ്. അതിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ടതില്ല. ആ അമ്മയ്ക്ക് ഇന്ന് വരെ നാണക്കേടുണ്ടാക്കിയിട്ടില്ല. മകൻ ഉയരങ്ങളിലെത്തിയെങ്കിലും അവർ ഇപ്പോഴും തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്നുണ്ട്. എങ്കിലും ആ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതിനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചറിവുണ്ട്. അവരുടെ കഷ്ടപ്പാടിന് എന്തെങ്കിലും പ്രവൃത്തി കൊണ്ട് ഒരിക്കലും കളങ്കമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർ മുതിരില്ല. കാര്യം അവരാണ് യഥാർത്ഥത്തിൽ അമ്മ വളർത്തിയ മക്കൾ. അതിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നതാണ് യുവ MLA പുരസ്കാരം അരുൺകുമാറിനെ തേടിയെത്തിയത്. ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള അമ്മ വളർത്തിയ ഒരു മകനില്ല. അതിനപ്പുറത്തേക്ക് PR പണിക്ക് വേണ്ടി അമ്മയുടെ പടം വെച്ചിട്ടും നാട് നീളെ നടന്ന് പീഡനം നടത്തിയവനെ വരെ വെള്ളപൂശാനായിട്ട് അമ്മയുടെ ചിത്രം ഉപയോഗിക്കുന്നതിനപ്പുറം റിയൽ അമ്മ വളർത്തിയ മകനാണ് അരുൺകുമാർ എന്ന് പറയാതെ തരമില്ല. അഭിനന്ദനം.